നമസ്കാരം. സ്വന്തം ജീവിതത്തിന്റെ മൈനസ് പോയിന്റ് അറിയുക എന്നതാണ് നമ്മുടെ പ്ലസ് പോയിന്റ്. ഇത് സ്ത്രീകളുടെ പ്ലസ് പോയിന്റ്. റെഡ് കാർപ്പറ്റ്. So let's begin the show. This is Red Carpet. രചന ചേച്ചി, നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ സിനിമ അഭിനയത്തിന്റെ കൂടെ തന്നെ ചേച്ചി കൊണ്ടുപോകുന്ന ഒരു കാര്യമായിരുന്നു ഷോർട്ട് ഫിലിംസും ചെയ്യുക. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്രമേയം അവതരിപ്പിക്കുന്ന ഷോർട്ട് ഫിലിംസിന്റെ ഭാഗമായിട്ടുണ്ട്. അത് ഒരുപാട് ചർച്ചയായിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ഉണ്ട്. അപ്പോൾ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അങ്ങനെ വിചാരിച്ചാണോ തെരഞ്ഞെടുക്കുന്നത്? അത് എന്ത് ഫാക്ടർ ആയിരിക്കും ചേച്ചി ഒരു ഷോർട്ട് ഫിലിമിലേക്ക് അട്രാക്ട് ചെയ്യുക? സ്ക്രിപ്റ്റ് തന്നെയാണ്. ബേസിക്കലി സ്ക്രിപ്റ്റും കോൺസെപ്റ്റും തന്നെയാണ് അട്രാക്ഷൻ തന്നിട്ടുള്ളത്. ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് മൂന്നാമിടമിട, ഒന്ന് വഴുതണ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് മൂവി, മൂന്നാമത്തേത് ത്രൂ ഹെർ ഐസ്. ഇങ്ങനെയാണ്. പിന്നെ ഒരു ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് മൂവി ഞാൻ ചെയ്തിട്ടുണ്ട്. അതെന്റെ സ്റ്റുഡന്റ് കൂടി ആയിരുന്ന വിനീത് ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. മൂന്നാമിടത്തിന്റെ ഒരു എന്താ, ഈവൻ ദോ അതിന്റെ ലാസ്റ്റ് മെസ്സേജ് എനിക്ക് പേഴ്സണലി അട്രാക്ട് ചെയ്യുന്നതല്ലെങ്കിലും കൂടി, ലൈക്ക് എ വുമൻ സ്ട്രെങ്ത് ഇസ് പവർ ടു സേ നോ. ബട്ട് എന്തിന് നോ പറയണം എന്നുള്ളത് നമ്മളാ തീരുമാനിക്കണം, അല്ലേ? അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊക്കെ വേറൊരു ക്വസ്റ്റ്യൻ. പിന്നെ വഴുതണ എന്ന് പറഞ്ഞ ഷോർട്ട് മൂവി ഞാൻ കുറെ തെറികൾ കേട്ടൊരു ഷോർട്ട് മൂവിയാണ്. പക്ഷെ അതാണ് ചോദിക്കുന്നത്, അതിന് എന്തിനാണ് ആ തെറി എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. അതായത് നമ്മളിപ്പോ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് പോവാന്ന് വിചാരിക്കും, കിട്ടേണ്ടത് കിട്ടിയില്ല എന്ന് വിചാരിക്കും, ദേഷ്യം വരില്ലേ? തീർച്ചയായിട്ടും. നമ്മള് മിൽക്ക് ഷേക്ക് കുടിക്കാൻ പോയിട്ട് വെറുതെ മിൽക്ക് മാത്രം കിട്ടിയ എന്തുണ്ടാവും? നമുക്ക് ദേഷ്യം വന്നിരിക്കും, വരില്ലേ? അതാണ് പ്രേക്ഷകർക്ക് ഉണ്ടായത്. ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് വേണായിരുന്നോ രചന എന്ന് ചോദിച്ചു. എന്നാൽ മൂന്നാമിടം കണ്ട സമയത്ത് എന്നോട് നന്നായിരുന്നു കേട്ടോ രചന എന്നാരും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഇറ്റ്സ് മൈ റൈറ്റ് എന്നല്ല, എന്റെ ഇഷ്ടമാണല്ലേ ഏത് ക്യാരക്ടർ ചൂസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ കുട്ടി തന്നെ ചതുരം ചെയ്തപ്പോ ഒരുപാട് പേര് അങ്ങനത്തെ ചോദ്യങ്ങൾ കൊണ്ട് വന്നില്ല. നമ്മൾ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സാധ്യത. പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തെറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ അതും നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താലല്ലേ അറിയുള്ളൂ ഇത് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ. മാത്രല്ല ഇത് ആക്ടിംഗ് ആണ്, നോട്ട് യുവർ ലൈഫ്. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കണത്? ആൾക്കാർക്കാണ് കൂടുതൽ ടെൻഷൻ നമ്മുടെ കാര്യത്തില്. ആൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതായിട്ട് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ സ്ത്രീകളെ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട്. അതിന് എന്നൊരു മാറ്റം വരും എന്നാണ് ചേച്ചിയുടെ ഒരു വീക്ഷണ കോഷണത്തിൽ പറയുകയാണെങ്കിൽ? 2032 ആണ് എന്റെ ഒരു പ്രതീക്ഷ. 32 അങ്ങനെ ഒരു വലിയൊരു മിഷൻ നടക്കുന്നുണ്ട് ഹോൾ വേൾഡില്. അപ്പോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ്. യെസ്, കാരണം ഒരുപാട് വിപ്ലവങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന്. ദേ ആർ കമ്മിങ് ഫോർവേഡ്. ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്കൂ, മുമ്പത്തെ പോലെയല്ല. പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ കുറച്ച് വിസമ്മതിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്, അല്ലെ? എന്റെ കുറെ സ്റ്റുഡൻസ്, ചേച്ചി എനിക്ക് കല്യാണം കഴിക്കണ്ട ചേച്ചി, ഞാൻ ഇങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എന്നോട് തന്നെ പലരും രണ്ടാമത് കല്യാണം കഴിക്കണില്ലേ രചന എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേണ്ട, ഐ എം ഹാപ്പി, എനിക്ക് നല്ല സന്തോഷമാണ്. ഇങ്ങനെ ഒരു കൂട്ട് വേണമെന്നോ അങ്ങനെ ഒന്നും എനിക്കിപ്പോ തോന്നണില്ല. അപ്പൊ വി ആർ ഇൻഡിപെൻഡന്റ്. അപ്പൊ എന്തിനാണ് വേറൊരാളും കൂടി അതിലേക്ക് വലിച്ചഴക്കണേ? അതിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ ഹാപ്പിയാണ്. അപ്പോ അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ. അപ്പോ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ഇല്ലാതെ രണ്ട് ജെൻഡറിനും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജെൻഡേഴ്സിനെല്ലാം ഒരു സർവൈവൽ ഉണ്ടാവും എനിക്ക് തോന്നണില്ല. അതായത് സ്ത്രീകൾക്ക് കൊടുക്കേണ്ടുന്ന പ്രാധാന്യം കൊടുക്കാതെ ഒരു പുരുഷൻ ഒരു പെണ്ണ് കിട്ടുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഐ മീൻ ഫാമിലി ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക്. അല്ലാതെ ലിവ് ഇൻ റിലേഷൻഷിപ്സ് ഒക്കെ ഒരുപാട് പേര് ചൂസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ലൈക്ക് ലോ പ്രകാരം അത് ഇപ്പൊ അഗ്രിയബിളും ആണ്. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ട്രോളുകൾ എന്ന് പറയുന്നതും നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം. സ്വന്തം സ്വന്തമാണ് ട്രോൾ എന്ന് പറയുന്ന കാര്യം. ആൻഡ് ഈ ഗോസിപ്സ്, ട്രോൾ അതൊക്കെ ചെയ്യുന്നത് ശരിക്കും നമ്മൾക്ക് ഭയങ്കര ഒരു ബൂസ്റ്റ് കിട്ടുകയല്ലേ? നമ്മൾ യൂണിവേഴ്സിൽ ഇങ്ങനെ കുട്ടിയുടെ ഡയലോഗ് അല്ലത്, നമ്മളിങ്ങനെ എല്ലാവരും പറഞ്ഞതല്ലേ? അതെ, നമ്മൾ എല്ലാവരുടെ ഫോണിൽ നമ്മൾ വരുന്നു, എല്ലാവരുടെയും സംസാര വിഷയത്തിൽ രചന, സ്വാസിക വരുന്നു. അത് നമ്മുടെ പേരിനൊരു ശക്തി കിട്ടും. തീർച്ചയായിട്ടും ഫെങ്ഷുയി
നല്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോസിപ്പ് ട്രോൾ ഒക്കെ വരുന്നത്. ഞാനിപ്പോ ആസ്വദിക്കും, വളരെ നന്നായിട്ട് തന്നെ ആസ്വദിക്കും. ചേച്ചിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താണ്? എനിക്കിഷ്ടമില്ലാത്ത കാര്യം, എനിക്ക് യഥാർത്ഥത്തിൽ എനിക്ക് തുറന്നു പറയണം എന്നുണ്ട്. പക്ഷെ തുറന്നു പറഞ്ഞ പ്രേക്ഷകർ അതിനെ എങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കിഷ്ടമില്ലാത്ത കാര്യം എന്ന് പറയുന്നത് സ്വാസികയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് മഞ്ജു പിള്ളയ്ക്ക് ഇഷ്ടമല്ല, ദേവി ചന്ദനയ്ക്ക് ഇഷ്ടമല്ല. ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഇത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ടാവും. പക്ഷെ നമുക്കത് പറയാനായിട്ട് പറ്റുന്നില്ല. പറയണോ വേണ്ട, പറയണ്ട. അത് നമ്മുടെ ഇടയിൽ ഒരു സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ ഞാൻ വിചാരിച്ചു ചിലപ്പോ അങ്ങനെ ചേച്ചി പറഞ്ഞാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ ചോദ്യം ഇട്ടത്. സ്ത്രീകളുടെ വേദി ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് കുട്ടിക്ക് പറയണമെന്നുണ്ടോ? ഉണ്ട്, കുട്ടിക്ക് ഇഷ്ടമല്ല, നമുക്ക് ആർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് വേണ്ട, അത് നമ്മുടെ ഇടയിൽ ഇരിക്കട്ടെ. ആ ഒരു ഭംഗി അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ സിനിമകളെ കുറിച്ചും ഡാൻസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. പക്ഷെ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും രചന ചേച്ചിയുടെ ഒരു ഡാൻസ് കാണാനായിട്ട്. നമ്മളെവിടെ പോയാലും ഡാൻസ് ചെയ്യാൻ റെഡിയാണ്. അതെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ അത് കാണാൻ കാത്തിരിക്കുകയാണ്. നമുക്ക് തുടങ്ങാം. അപ്പൊ ചേച്ചി, നമ്മുടെ പെർഫോമർ ഇന്ന് പാട്ട് ഡാൻസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കഥാപ്രസംഗം എന്ന് പറയുന്ന കലാരൂപം, ആ ഒരു കലാരൂപം ഇപ്പോഴും കുട്ടികൾ കൊണ്ടു നടക്കുന്നു എന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒരുപാട് പേര് ആ രംഗത്തേക്ക് വരുന്നു. അപ്പൊ ഇന്നും അങ്ങനെയുള്ള ഒരു പ്രതിഭയാണ് നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത്. ഒരുപാട് സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മന്യ. അപ്പൊ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരുവേരി എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത്. അപ്പൊ ഈ കഥാപ്രസംഗത്തോടുള്ള ഒരു ഇഷ്ടം എങ്ങനെയാണ്? കുട്ടിക്കാലത്ത് നമുക്കൊരു കാര്യത്തോടൊരു ഇഷ്ടം വരണമെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ പറയുന്ന കേട്ടിട്ടായിരിക്കാം. മന്നിക്ക് എങ്ങനെയാണ് ആ ഒരു ഇഷ്ടം വന്നത്? ഞാൻ LP പഠിക്കുന്ന സമയം തൊട്ടിട്ട് കലോത്സവങ്ങളിൽ ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രസംഗ മത്സരത്തിലായിരുന്നു കൂടുതൽ പങ്കെടുത്തിട്ടുള്ളത്. പിന്നെ UP നിന്നാണ് ഈ കഥാപ്രസംഗം എന്നുള്ള ഐറ്റം നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിൽ പാട്ടും പാടും. അപ്പം അങ്ങനെ ഈ ഒരു കഥാപ്രസംഗം എന്നുള്ള ഒരു ഐറ്റം പാട്ടും അഭിനയം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കലയാണല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ഈ ഒരു ഐറ്റം ചൂസ് ചെയ്തതാണ്. മന്യ വളരെ ചെറിയ പ്രായത്തിൽ, അതായത് അംഗനവാടിയിലൊക്കെ മുതലേ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന അത്ര ചെറിയ പ്രായത്തിൽ സ്റ്റേജുകളിൽ കയറിയ ഒരാളാണ് അല്ലേ? അങ്ങനെയാണോ? ഞാൻ ആദ്യമായിട്ട് കലോത്സവത്തിൽ പങ്കെടുത്തത് 1ാം ക്ലാസ് പഠിക്കുമ്പോൾ മോണാക്റ്റാണ്. പിന്നെ അതിനുശേഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായിട്ട് ഹൈസ്കൂൾ തൊട്ട് തുടർച്ചയായിട്ട് 5 വർഷം പങ്കെടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഐറ്റമാണ് സ്ഥിരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളത്? ഞാൻ കഥാപ്രസംഗം, അതുപോലെ സംസ്കൃതം ഐറ്റാണ് ചമ്പു പ്രഭാഷണം. കഥാപ്രസംഗത്തിന്റെ സംസ്കൃതം പാഠകം ചെയ്യാറുണ്ട്. സാധാരണ ഈ കാറ്റഗറി അങ്ങനെ പോവാ. പിന്നെ സംസ്കൃതം പ്രഭാഷണം, പിന്നെ നാടകം, പിന്നെ ഈ മോണാക്ട്, ഫാൻസി ഡ്രസ് അല്ലെങ്കിൽ അങ്ങനത്തെ നാടൻ പാട്ട്, അതൊക്കെ ഇതിന്റെ സൈഡിലൂടെ ഉണ്ടായിരുന്നോ? ഞാൻ നാടൻ പാട്ട് പ്രൊഫഷണൽ ആയിട്ടൊരു ട്രൂപ്പിന്, കാപ്പാട് നന്മ നാടൻകലാ നാട്ടറിവ് പഠന കേന്ദ്രം എന്ന് പറയുന്ന ട്രൂപ്പിന്റെ കൂടെ പോകുന്നതാണ്. അദ്ദേഹത്തിന്റെ ട്രൂപ്പ് അങ്ങനെയാണല്ലേ? അപ്പൊ അങ്ങനെ അവരുടെ കൂടെ നാടൻ പാട്ടും കൂടെ ഉണ്ട്. അപ്പൊ നമുക്കൊരു നാടൻ പാട്ട് കേട്ട് കളയാം. യെസ്. பார்த்தாலும் பார்த்து நட்டி புள்ளே ரங்குமா
ആൻഡ് ജീവിതത്തിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒക്കെ ഈ ഒരു വളരെ ചെറിയ പ്രായത്തിനുള്ളിൽ നേടിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് ആ അച്ചീവ്മെന്റ്സ്? എനിക്ക് കൊല്ലം പാവുമ്പ ചങ്ങമ്പുഴ സാംസ്കാരിക വേദിയുടെ സാംബശിവം എന്ന് പറയുന്ന ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ 7 കാതികന്മാരെ ആദരിക്കുന്ന കൂട്ടത്തിൽ എന്നെയും ആദരിച്ചിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമിയുടെ കഥാപ്രസംഗ മഹോത്സവത്തിൽ യുവ കാതിക വിഭാഗത്തിൽ തുടർച്ചയായിട്ട് 2 വർഷം കഥ പറയാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. സൂപ്പർ. ആൻഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ കൂടിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. campus. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഇപ്പൊ മോള് ഇങ്ങനെ പ്രോഗ്രാംസിന് കഥകൾ പറയാനും ഒക്കെ പോവാറുണ്ട്. പ്രൊഫഷണലായിട്ട് 7 വർഷമായിട്ട് പ്രൊഫഷണൽ. സൂപ്പർ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു കഥാപ്രസംഗം എന്ന് പറയുന്ന കലാരൂപം ഇപ്പോൾ കുറവായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കുറവാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ രീതിയിൽ ആ ഒരു കലാരൂപത്തെ ഉയർത്തിക്കൊണ്ട് വരണം, അങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഐഡിയകൾ മനസ്സിലുണ്ടോ? ഞാൻ ഇനി പറയാൻ പോകുന്ന കഥ ഒരു വിഷ്വലൈസ്ഡ് ആയിട്ടുള്ള കഥ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഞാൻ കഥ പറയുന്ന വീഡിയോ ഷൂട്ട് ചെയ്യണം, സ്റ്റേജിൽ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ അങ്ങനെ നമ്മള് നെറേഷൻ ഒക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന പോലെ. ഓക്കെ, അത് കുറെ കൂടി ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ളൊരു സംഭവമായിരിക്കും. കഥാപ്രസംഗത്തിന്റെ വേറൊരു രൂപം അല്ലെങ്കിൽ മുഖം കൊണ്ടുവരാൻ. കഥാപ്രസംഗം പൊതുവെ എല്ലാ പ്രായക്കാരും അങ്ങനെ ആസ്വദിക്കുന്ന ഒരു കലയാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന് കുറച്ചുകൂടി അപ്പൊ നമുക്ക് പെർഫോമൻസ് കാണാം. അതിനു മുമ്പ് വീട്ടിൽ വന്നിരിക്കുന്ന 2 പേരെ കൂടി പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. പേര്? ഉല്ലാസൻ കൂടൻ. അച്ഛനാണ്. എന്ത് ചെയ്യണു? ഞാൻ ആർട്ടിസ്റ്റ് ആണ്. ട്രൂപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞതല്ലേ? നാടക പ്രവർത്തനം കൂടിയാണ്. നാടക പ്രവർത്തനം കൂടിയാണ്. അപ്പൊ നാടകത്തില് പാട്ടുകൾ പാടുന്നതാണോ ചേട്ടൻ? ഞാൻ കുട്ടികളുടെ നാടക രംഗത്താണ് സജീവമായിട്ട് അവരെ പഠിപ്പിക്കുന്നു. അത് ശരി. ഇപ്പൊ ഒരു വിൽക്കലാമേള ട്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഡ്രാമാറ്റിക് വിൽക്കലാമേളയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഒരു കലാകാരനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ. ഇനി അമ്മയെ പരിചയപ്പെടാം. പേര്? ശ്രീലത. ചേച്ചി ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളിലുണ്ടോ, അതെയോ ഹൗസ് വൈഫ് ആണോ? ഇല്ല, എനിക്ക് പാട്ടും ഡാൻസും അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മോളെ കൂടെ എപ്പോഴും എല്ലാ അമ്മമാരെയും പോലെ ഈ അമ്മയും എല്ലാം ഇഷ്ടമാണ്. ആൻഡ് മന്യയുടെ ആദ്യത്തെ ഒരു ടെലിവിഷൻ ഷോ ആണ് റെഡ് കാർപ്പറ്റ്. ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വേദി ഒരു ടെലിവിഷനിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് അല്ലേ? സൂപ്പർ. അപ്പൊ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം, നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിലും സന്തോഷം. നമുക്ക് പെർഫോമൻസ് കഥാപ്രസംഗം കേട്ടാലോ? ദുഷിച്ചു നാറിയ ജാതീയത വീണ്ടും പതഞ്ഞുയരുന്ന ഈ വർത്തമാനകാലത്തിന് കത്തുന്ന തീപ്പന്തമായി കരുതി വെച്ചൊരു സംഭവ കഥ കനലാട്ടം. കുന്താപുരത്തിന് വടക്കുള്ള ബോട്ടുപ്പാടി ഗ്രാമം, കിഴക്ക് തലയുയർത്തി നിൽക്കുന്ന ഹാലാടിമല, അക്ഷരാർത്ഥത്തിൽ പാൽപതഞ്ഞൊഴുകുന്ന കല്യാൺ നദിയുടെ ഉത്ഭവസ്ഥാനം. നദിയുടെ ഇരുവശങ്ങളിലുമായി വിശാലമായ നെൽവയലുകൾ, നീലക്കരിമ്പിൻ പാടങ്ങൾ, നീലക്കരിമ്പിൻ തോട്ടം, മേലെ നീലമേഘക്കൂട്ടം, നീലക്കരിമ്പിൻ തോട്ടം, മേലെ നീലമേഘക്കൂട്ടം. കളിയാക്കി കുണുങ്ങുന്ന കാറ്റേ നീ തുടികൊട്ടി ഇതുവഴി വായോ, കളിയാക്കി കുണുങ്ങുന്ന കാറ്റേ നീ തുടികൊട്ടി ഇതുവഴി വായോ. ബോട്ടുപ്പാടി ഗ്രാമത്തിലെ കരിമ്പുപാടങ്ങളിൽ കൊയ്ത്തുത്സവം പൊടിപൊടിക്കുകയാണ്. കങ്കാണികളും കാര്യസ്ഥരും മരത്തണലിൽ കൂടി നിന്ന് പണിക്കാരെ ആജ്ഞാപിച്ചും ശകാരിച്ചും പണിക്കുറവ് തീർക്കുന്നു. അപ്പോൾ അവിടേക്ക് കുടയും ചൂടി നടന്നു വരുന്നു ജമീന്ദാർ അപ്പണ്ണ പനിയറു. സമൃദ്ധമായ പാടത്ത് ഇളം കാറ്റിൽ തലയാട്ടി വിളിക്കുന്ന കരുത്തുറ്റ കരിമ്പുകൾ തെല്ലിട നോക്കിയ ജമീന്ദാർ കാര്യസ്ഥനോട് ചോദിച്ചു, ഇത്തവണ കാട്ടാനിയും പന്നിയൊക്കെ വന്ന് കരിമ്പ് നശിപ്പിച്ചനാ കാര്യസ്ഥനെ? അതങ്ങനെയാ, പിന്നെന്തിനാ നമ്മൾ രാത്രിയിൽ കാവല് കിടക്കുന്നത്? പക്ഷേ പകല് ചില കള്ളപ്പിള്ളേര് കരിമ്പ് കട്ട് തിന്നുന്നുണ്ടോന്നൊരു സംശയം. അപ്പോൾ ഒരാൾ ഓടി വന്ന് പറഞ്ഞു, തെക്കേ പാടത്തിന്റെ ഒരു മൂലയിൽ ഒളിച്ചിരുന്ന് കരിമ്പ് കട്ട് തിന്ന ചെക്കനെ കയ്യോടെ പിടികൂടി. അവർ അങ്ങോട്ടോടി. അതാ പാടവരമ്പിലൂടെ ധൃതിയിൽ നടന്നു വരുന്നു ഒരു സ്ത്രീ. വയൽവരം മുറിച്ചു കടന്ന് അവൾ നടന്നും പാഞ്ഞും വരികയാണ്. നേരമായി സൂര്യദേവം അടക്കമായി, നേരമുറയ
ലോകത്ത് കുരിശി മറിഞ്ഞ ജയില്. ദേവപുഞ്ച, അതാണ് അവളുടെ പേര്. ബദരി ഗ്രാമത്തിലെ ഉന്നത കുടുംബമായ ബില്ലവത്തറവാട്ടിലെ ഗൃഹനായിക. അപ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത്. ഗ്രാമമുഖ്യൻ അപ്പണ്ണ ബനിയറും തുറുങ്കണ്ണുമായി ഗർജിക്കുന്നു. ഹാ, ചുട്ട തല്ലുകൊടുക്ക്. മുട്ടയെന്ന് വിരിയും മുമ്പ് കക്കാൻ തുടങ്ങി അല്ലേ? ഇക്കണക്കിന് പോയാല് കഴുത്തുനിന്ന് പിടിച്ച് പറിക്കുള്ളടാ നീ. കൊടുക്ക്, നടുപ്പുറം നോക്കി നാല് കൊടുക്ക്. അവിടെ 10 വയസ്സുള്ളൊരു കുഞ്ഞിനെയാണ് അവർ തല്ലിച്ചതയ്ക്കുന്നത്. ദേഹമാസകലം ചോര പൊട്ടിഞ്ഞ് അവൻ പൊടിമണ്ണിൽ വീണ് പിടഞ്ഞു. നെഞ്ചു പൊട്ടി നിലവിളിച്ചു, കൈകൂപ്പിക്കരഞ്ഞു. ദണ്ഡം മാപ്പേകണം. ചെയ്യൂല, ഇനി ഒരിക്കലും ചെയ്യൂല. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ 2 കഷ്ണം കരിമ്പ് പൊട്ടിച്ചു തിന്നതാ. എന്നോട് പൊറുക്കണം, ഇനി ഒരിക്കലും ചെയ്യൂല. പക്ഷേ ആ കണ്ണീരു കാണാൻ അവർ കൂട്ടാക്കിയില്ല. മാളത്തിന് വെളിയിൽ വന്ന എലിക്കുഞ്ഞിനെ കാക്കക്കൂട്ടം എന്ന പോലെ അവർ കൊത്തി വലിച്ചു. എന്നിട്ടും കലിയടങ്ങാത്ത അപ്പണ്ണ ബനിയറു തുറുങ്കണ്ണുമായി ഗർജിച്ചു. നോക്കി നിൽക്കാണ്ട് പോയി കയറ് കൊണ്ടുവരണടാ കരുമാടികളെ. അതെ, കുറ്റവാളിയുടെ അരയിൽ കയർ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന ഒരു ക്രൂര വിനോദമുണ്ടായിരുന്നു അവിടെ. ആ കാഴ്ച കണ്ട് ദേവപുഞ്ച കോപാകുലിയായി. അവൾ അരയിലെ അരിവാൾ വലിച്ചൂരി ആ കയർ ഖണ്ഡിച്ചു. കുഞ്ഞിനെ മാറോട്ട് ചേർത്തു. ആട്ടാളന്മാരാ നിങ്ങള്! വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ 2 കഷ്ണം കരിമ്പ് പൊട്ടിച്ച് തിന്ന ഈ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്യാനാ? കൊല്ലാനാ? നീ ആരാ ചോദിക്കാൻ? ഗ്രാമമുഖ്യൻ മുരണ്ടു. കട്ട് തിന്നാൻ വന്ന കാട്ടുകാലിക്ക് കോലോണ്ട് തന്നെ ശിക്ഷ. ഇവൻ എത്ര ദിവസമായി കരിമ്പ് മോഷ്ടിച്ച് തിന്നുന്നറിയോ? അതിന്റെ പണം നീ തരൂ. തരാം. അവൾ മടിക്കുത്തിൽ നിന്നും കുറെ പണം വാരിയെടുത്ത് വലിച്ചെറിഞ്ഞു. എന്നാ കൊണ്ടുപോയി ചുട്ടു തിന്ന്. യാ ദേവരേ, മനുഷ്യന്മാരെ ഇങ്ങനെയും പടക്കാക്കല്ലേ. ഒന്നേ നാടും ഒന്നേ കുലവും ഒന്നേ ദേവരും വന്ദന പാടിയ ഗുരുകുലം ഇവിടെ, മാനവ ജീവിതം ഇവിടെ. കണ്ണുണ്ടാകിലും അന്ധതയില്ലേ, നേരറിയാത്തോർ നിങ്ങൾ. കറുത്തിരുട്ടിലക കണ്ണൊന്നു തുറക്കൂ ബ്രഹ്മം കാണാൻ, തുറക്കൂ ബ്രഹ്മം കാണാൻ. പ്രപഞ്ച സത്യത്തിന്റെ പൊരുളെറിഞ്ഞ ദേവപുഞ്ച ആ ബാലനെ തന്റെ മാറോട് ചേർത്തു. കൺമണി നീ ജീവനല്ലേ, നന്മകൾ പോക്കും വസന്തമല്ലേ. വൈനിയാർക്കും പേരേച്ചയക്കാൻ നീ പ്രിയപുത്രനല്ലേ. അങ്ങനെ അവൻ ദേവപുഞ്ചയുടെ മകനായി വളർന്നു. ഗംഭീരമായിരുന്നു അല്ലേ രചന ചേച്ചി? പഴയ ആ ഒരു കലോത്സവമൊക്കെ ഒന്ന് ഓർമ്മ വന്നു നമുക്കും. അല്ല, ഇത് ഞാൻ പ്രൊഫഷണൽ ആയിട്ട് പറയുന്ന കഥയാണ്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിംഗ് മനസ്സിലായി. അതെ, നമുക്ക് ആ ഒരു മൊത്തം കഥ പറയാൻ എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറുള്ള കഥയാണ്. അതിന്റെ ഒരു ഭാഗമാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. എല്ലാം കൊണ്ടും ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. രചന ചേച്ചി എപ്പോഴെങ്കിലും കഥാപ്രസംഗം എന്ന് പറയുന്ന കലാരൂപം ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ 5ാം ക്ലാസ് തൊട്ട് ഒരു ഡിഗ്രി വരെ. അതിന്റെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇപ്പം? അതിന്റെ തുടക്കം കുറച്ച് ഓർമ്മയുണ്ട്, പറയണായിരിക്കും. അവതരിപ്പിക്കുന്നു
ആദിമഹാകവി അനശ്വരമാക്കിയോരതുല കഥ, അപരാധങ്ങൾ ചെയ്തിടാത്തൊരു അപലക്കേറ്റ ദുരന്ത കഥ ഞാൻ അവതരിപ്പിക്കുന്നു. ഇതായിരുന്നു അതിന്റെ തുടക്കം. അതിന്റെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പാട്ട്. എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഈ വേദിയിൽ വന്നും ഈ മനോഹര പെർഫോമൻസ് കാഴ്ചവെച്ചതിന്. അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിന് ഒരു സ്നേഹ സമ്മാനമുണ്ട്. ഇനി നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോം, അപ്പോൾ അതിൻ്റെതായ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. താങ്ക് യു. അപ്പോൾ എന്തായാലും ഒരുപാട് കലാകാരികളെ ഇനിയും നമുക്ക് പരിചയപ്പെടാനുണ്ട്. ആൻഡ് മന്യയുടെ കൂടുതൽ പെർഫോമൻസുകൾ നമുക്ക് പല വേദികളിലും ടെലിവിഷനിലൂടെ ഒക്കെ കാണാനുണ്ട്. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. സോ ടേക്ക് കെയർ ആൻഡ് ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. Costume courtesy for Swastika, Ladies Planet, Perindalmanna and Palakkad. Jewel courtesy for Swastika, Ladies Planet Rental Jewelry.